നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 9ാമത്തേതായ ആയില്യം നക്ഷത്രത്തിൻ്റെ സങ്കീർണമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും മിഥ്യാധാരണകൾ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. സംസ്കൃതത്തിൽ ആശ്ലേഷ എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രം സർപ്പങ്ങളുമായി അഗാധമായ ബന്ധം പുലർത്തുന്നു. കർക്കിടക രാശിയിലെ 16 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്ര സമൂഹം ആധുനിക ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഹൈഡ്ര എന്ന നക്ഷത്ര ഗണത്തിലെ അംഗങ്ങളാണ്. ബുധൻ ഭരണാധികാരിയായ ഈ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ചന്ദ്രനാണ്. ബുദ്ധിയുടെയും മനസ്സിൻ്റെയും സങ്കലനം ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സവിശേഷമായ സ്വാധീനം ചെലുത്തുന്നു. ആയില്യ നക്ഷത്രത്തിൻ്റെ സ്വഭാവം രൂപപ്പെടുന്നതിൽ അതിൻ്റെ പ്രതീകങ്ങൾക്കും ദേവാലയങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഒരു വൃത്തമായി ചുരുണ്ടിരിക്കുന്ന പാമ്പാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ഇത് കുണ്ടലിനി ശക്തിയെയും അന്തർലീനമായ ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. നാഗങ്ങളാണ് ഈ നക്ഷത്രത്തിൻ്റെ അതിദേവത. ഈ സർപ്പബന്ധം ആയില്യ നക്ഷത്രക്കാർക്ക് നിഗൂഢമായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവും അതിശക്തമായ അവബോധവും നൽകുന്നു. രാശി കർക്കിടകം. ഭരണാധികാരിയായ ഗ്രഹം ബുധനാണ്. അതിദേവത നാഗങ്ങളാണ്. ഗണം അസുരഗണത്തിലാണ് പെടുന്നത്. യോനി കരിമ്പൂച്ച, പക്ഷി ചകോരം, വൃക്ഷം നാരകം, ഭൂതം ജലം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർ അതീവ ബുദ്ധിശാലികളും തന്ത്രശാലികളുമാണ്. ബുധന്റെ സ്വാധീനം അവർക്ക് മികച്ച വാക് സാമർഥ്യവും ആശയവിനിമയ ശേഷിയും നൽകുന്നു. എങ്കിലും ഇവരുടെ വ്യക്തിത്വത്തിൽ പലപ്പോഴും ഒരു നിഗൂഢത നിഴലിക്കാറുണ്ട്. തങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും സമ്മോഹിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. രാഷ്ട്രീയ രംഗത്തും പ്രഭാഷണ രംഗത്തും ഇവർ തിളങ്ങുന്നത് ഈ കഴിവ് മൂലമാണ്. നർമ്മം കലർന്ന സംഭാഷണം ഇവരുടെ ഒരു പ്രത്യേക ശൈലിയാണ്. എന്നാൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വാക്കുകളെ വളച്ചൊടിക്കാനും വസ്തുതകളെ മാറ്റം വരുത്താനും ഇവർക്ക് മടിക്കാറുമില്ല. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ പോലും നിരീക്ഷിക്കാനുള്ള കഴിവാണ് ആയില്യ നക്ഷത്രക്കാർക്കുള്ളത്. ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ അത് വിശകലനം ചെയ്യാനും അതിനായി തയ്യാറെടുക്കാനും ഇവർക്ക് സാധിക്കും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാത്ത സ്വഭാവം വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് ഇവരെ രക്ഷിക്കുന്നു. എന്നാൽ ഈ അമിതമായ സംശയം പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാറുണ്ട്. അധികാര താല്പര്യം. ഉയരങ്ങളിലേക്ക് പോകാനുള്ള നേതൃഗുണങ്ങൾ ഇവർക്കുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ ഏർപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അസുരഗണത്തിൽപ്പെട്ടവരായതിനാൽ പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നേറാനുള്ള കരുത്തും ഇവർക്കുണ്ട്. സ്വന്തം കഴിവിൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഇവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും ഇടപെടുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, സർപ്പത്തെ പോലെ പടം പൊഴിക്കുന്ന സ്വഭാവം ഇവരിൽ കാണാം. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കും. ദയയില്ലാത്ത പെരുമാറ്റം, വിട്ടുവീഴ്ച മനോഭാവമില്ലായ്മയും ഇവരുടെ ഒരു ന്യൂനതയാണ്. തങ്ങളെ സഹായിച്ചവരോടുള്ള ഉപകാര സ്മരണ പലപ്പോഴും ഇവർ മറന്നു പോകാറുമുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം ഇവർക്ക് ശത്രുക്കളെ വർദ്ധിപ്പിക്കാൻ കാരണവുമാകുന്നു. ആയില്യ നക്ഷത്രത്തിന്റെ 4 പാദങ്ങളും വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുന്നത്. ജനന സമയത്തെ നക്ഷത്രപാദം തിരിച്ചറിയുന്നതിന് വ്യക്തിത്വത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. 1ാം പാദം ധനു നവാംശമാണ്. ഗ്രഹാധിപൻ വ്യാഴം. അതീവ വികാരജീവികൾ, കുടുംബത്തോട് അടുപ്പം, മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചയുള്ളവർ എന്നിവയാണ് സ്വഭാവത്തിൽ വരുന്നത്. 2ാം പാദം മകരം നവാംശം. ഗ്രഹാധിപൻ ശനിയാണ്. അധികാരമോഹികൾ, ലക്ഷ്യബോധമുള്ളവർ, മികച്ച നേതാക്കൾ, എന്നാൽ അല്പം അഹങ്കാരികളുമാണ്. 3ാം പാദം കുംഭം നവാംശം. ശനി തന്നെയാണ് ഗ്രഹാധിപൻ. ബുദ്ധിശാലികൾ, ഗവേഷണ താല്പര്യമുള്ളവർ, എഴുത്തുകാർ, സമാധാനപ്രിയർ ഇവയാണ് സ്വഭാവത്തിൽ കാണുന്നത്. 4ാം പാദം മീനം. വ്യാഴമാണ് ഗ്രഹാധിപൻ. നയതന്ത്രജ്ഞൻ, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവുള്ളവർ, എന്നാൽ തന്ത്രപരമായ കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നവരാണ്. ആയില്യ നക്ഷത്രക്കാർ ഗവേഷണം, എഴുത്ത്, രാഷ്ട്രീയം, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ തിളങ്ങുന്നു. ബുധന്റെ സ്വാധീനം ഇവരെ മികച്ച ബിസിനസ്സുകാരാക്കി മാറ്റുകയും ചെയ്യുന്നു. സർപ്പങ്ങളുമായി ബന്ധമുള്ളതിനാൽ വിഷചികിത്സ, കീമോതെറാപ്പി, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് മികച്ച വിജയം നേടാം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനുള്ള താല്പര്യം ഇവരെ മികച്ച ഗവേഷകരും മനഃശാസ്ത്രജ്ഞരുമാക്കുന്നു. ആശയവിനിമയ പാഠവും നേതൃത്വ ഗുണവും രാഷ്ട്രീയത്തിൽ ഇവരെ വിജയിപ്പിക്കുന്നു. തന്ത്രപരമായ ചിന്താഗതിയും വാണിജ്യപരമായ ബുദ്ധിയും ബിസിനസ് രംഗത്ത് ഉന്നതി നൽകുന്നു. ജീവിതത്തിൽ 17, 30, 41 വയസ്സുകൾ വരെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. 35 വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വലിയ ഉയർച്ചകൾ സംഭവിക്കാറുള്ളത്. കുടുംബത്തിൽ നിന്ന് വലിയ സഹായം ലഭിച്ചില്ലെങ്കിലും സ്വന്തം പരിശ്രമത്തിലൂടെ ഇവർ സമ്പാദിക്കും.
ആയില്യം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പലപ്പോഴും സങ്കീർണമായിരിക്കും. അമിതമായ സംശയ സ്വഭാവം പങ്കാളിയെ നിയന്ത്രിക്കാനുള്ള പ്രവണതയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പുരുഷന്മാർക്ക് പലപ്പോഴും പങ്കാളിയുമായി ആശയവിനിമയ പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട്. സ്ത്രീകൾ കുടുംബത്തിൽ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കും. എങ്കിലും ഭർത്താവിന്റെ വീട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാറുണ്ട്. തങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് നിർബന്ധമുള്ളതിനാൽ കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾ പതിവായിരിക്കും. ആയില്യ നക്ഷത്രക്കാർക്ക് ചില നക്ഷത്രങ്ങളുമായി മികച്ച പൊരുത്തം കാണിക്കുമ്പോൾ ചിലരുമായി തീരെ പൊരുത്തപ്പെടാൻ സാധിക്കാറുമില്ല. പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ പൂയം, ആയില്യം, അശ്വതി, തൃക്കേട്ട എന്നിവയാണ്. പൂയത്തിന്റെ പൊരുത്തം 83%. പൊരുത്തമില്ലാത്ത നക്ഷത്രം ഉത്രാടം. ആയില്യവുമായി 77% പൊരുത്തമാണ്. പൊരുത്തമില്ലാത്തത് പൂരുരുട്ടാതി. അശ്വതി നക്ഷത്രക്കാരുമായി 75%, മകവുമായി പൊരുത്തപ്പെടുത്തില്ല. തൃക്കേട്ട നക്ഷത്രവുമായി പൊരുത്തം 72%. പൊരുത്തമില്ലാത്ത നക്ഷത്രം അത്തമാണ്. ആയില്യ നക്ഷത്രക്കാരും മൂല നക്ഷത്രക്കാരും തമ്മിലുള്ള വിവാഹം ജ്യോതിഷപ്രകാരം ഒഴിവാക്കാറുണ്ട്. ഇത് ജീവിതത്തിൽ സ്ഥാനചലനവും അസ്വസ്ഥതകളും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആയില്യ നക്ഷത്രം കഫദോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളും ദഹനക്കേടും ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ലഹരി വസ്തുക്കളിൽ നിന്നും അമിതമായ ഭക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അമിതമായ ചിന്തയും സമ്മർദ്ദവും തലവേദനയ്ക്കും മാനസികമായ ക്ഷീണത്തിനും കാരണമാകാറുണ്ട്. കാലുകളിലും കൈമുട്ടുകളിലും സന്ധിവേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉഷ്ണവീര്യമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ലഘുവായ ആഹാരക്രമം പാലിക്കുകയും വേണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കും. ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ തേച്ച് കുളിക്കുന്നത് വാതദോഷം കുറയ്ക്കുന്നതിനും മനസ്സിന് ശാന്തി നൽകാനും സഹായിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകളും അപ്രതീക്ഷിത തിരിച്ചടികളും ഒരുപോലെ സംഭവിക്കാം. ഭാഗ്യങ്ങൾ അസാമാന്യമായ ധൈര്യം, ആത്മവിശ്വാസവും സമ്പന്നത കൂടുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിവാഹവും അല്ലെങ്കിൽ വിവാഹശേഷം ലഭിക്കുന്ന സമ്പത്തുമാണ്. പ്രായമേറുന്തോറും വർദ്ധിക്കുന്ന അംഗീകാരവും പദവിയും വിദേശ യാത്രകൾക്കും താമസത്തിനുമുള്ള സാധ്യതകൾ ഭാഗ്യങ്ങളാണ്. വെല്ലുവിളികളായി കാണുന്നത് അമിതമായ ദേഷ്യം കാരണം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള പ്രവണതയും ആഡംബരങ്ങൾക്കായി പണം ദുർവ്യയം ചെയ്യുന്നതും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുന്നതൊക്കെയാണ്. നാഗാരാധന. നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമാണ്. മാസത്തിൽ ഒരിക്കൽ ആയില്യം നാളിൽ നാഗക്ഷേത്ര ദർശനം നടത്തണം. മണ്ണാറശാല, വെട്ടിക്കോട് തുടങ്ങിയ നാഗക്ഷേത്രങ്ങളിൽ 100 പാലും സമർപ്പിക്കുന്നത് സർപ്പപ്രീതിക്കുത്തമമാണ്. ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നതും ബുധന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പച്ചയും വെള്ളയുമാണ് ശുഭകരമായ നിറങ്ങൾ. കറുപ്പ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന നിറമാണ്. 4 മുഖി രുദ്രാക്ഷം ധരിക്കുന്നത് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും പഠനത്തിൽ ഉന്നതി നേടാനും സഹായിക്കും. 2026 ഫലങ്ങളനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ, ശമ്പള വർധനവ്, പദവിയിലുള്ള ഉയർച്ച, പെട്ടെന്നുള്ള ധനലാഭം, ബിസിനസ് വിപുലീകരണം, വിവാഹം നടക്കാനുള്ള സാധ്യതയ്ക്കുള്ള സമയം, കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇവയൊക്കെയാണ്. ഓഗസ്റ്റ് മാസത്തിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും. എങ്കിലും കൃത്യമായ ദിനചര്യകൾ പാലിക്കുക.